പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന സർവ്വസ്തുതാം നാഥ, അങ്ങയുടെ മഹാകരുണയിലും കൃപയിലും കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അങ്ങയുടെ സനയിൽ കർത്താവിൻ്റെ ജനത്തെ നയിക്കത്തക്കണം തരുന്ന സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം കർത്താവേ. നാഥ, അവിടുന്ന് വചനം അങ്ങയുടേതാണ് കർത്താവ്, അടിയൻ അങ്ങയുടേതാണ് കർത്താവ്, ജനം അങ്ങയുടേതാണ് കർത്താവ്. വചനം അടിയങ്ങളെ ബലപ്പെടുത്തത്തക്കോണം കർത്താവേ. കർത്താവ് വചനത്തിൻ്റെ പൊരുളുകൾ കർത്താവ് ജനത്തിന് നൽകുമ്പോൾ കർത്താവ് ആഴമായി സ്പർശിക്കുവാൻ കർത്താവെ, അവിടുന്ന് കർത്താവെ അങ്ങയുടെ മാനസാന്തരത്തിലേക്കും തിരുത്തലിലേക്കും കടന്നു വരുവാൻ ഇടയാക്കണമെന്ന് യേശു സന്ദർശിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെക്കാട്ടി ഒരു പടി മുൻപിലായിരിക്കുമെന്നൊന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവാണ്. ഇന്ന് ഈ മഹാമാരിയുടെ മധ്യത്തിലും ലോകമെമ്പാടും അനേക സ്ഥാപനങ്ങൾ വാക്സിന് വേണ്ടി, അതായത് പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെക്കാട്ടി അതിശീഘ്രം എനിക്ക് വിപണിയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു വശം നോക്കുകയാണെങ്കിൽ അത് അവരുടേതായ സാമ്പത്തിക നിലനിൽപ്പിനും, മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാട്ടി ശ്രേഷ്ഠമായി പൂർത്തീകരിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ മേന്മയേറിയ പ്രവർത്തനമായിരുന്നു എൻ്റെ സ്ഥാപനത്തിൻ്റെ, അതുകൊണ്ടാണ് എനിക്കിത് എത്തിക്കുവാൻ കഴിയുന്നതെന്നുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോ അവരുടെ പേര് മുൻപിൽ നിൽക്കത്തക്കോണം പലപ്പോഴും ലോകമെമ്പാടും ഇത് ഒരുമിച്ച് ചെയ്യണമെന്ന് പറയുമ്പോഴും പല കാര്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നൽകുവാൻ കഴിയാതെ അവരുടേതായ ബുദ്ധിയിലും യുക്തിയിലും ആയിത്തീർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലയളവാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ യുവതലമുറകളും, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ചെറുപ്പം മുതൽ അവർ LKG അല്ല, നഴ്സറിയിലെത്തുമ്പം മുതൽ പറയുന്നത് എല്ലാത്തിലും നീ ഒന്നാമനായിരിക്കണമെന്ന്. അവൻ്റെ ചിന്തയിൽ എപ്പോഴും മറ്റുള്ളവരെക്കാട്ടി ഞാൻ ഒന്നാമനായി നിന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നേടുവാൻ കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷേ ഇപ്രകാരം പ്രവർത്തിക്കുമ്പോൾ, ഇപ്രകാരം കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ ഈ കുഞ്ഞു മനസ്സുകളുടെ ചിന്തകളിൽ പാകുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് അസൂയയും ഒന്ന് മത്സരകാരണവും. ഈ അസൂയയും മത്സരകാരണവും ഒരുവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു കഴിയുമ്പോൾ പലപ്പോഴും ദൈവ ആലോചനകൾ അല്ലെങ്കിൽ ദൈവഹിതം മനസ്സിലാക്കുവാൻ കഴിയാതെ, സ്വന്തമെന്തോ ബന്ധമെന്തോ അതൊന്നും ചിന്തിക്കുവാൻ കഴിയാതെ അവരെ പലപ്പോഴും വലിയ പ്രത്യാഘാതത്തിലാണ് നയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തിയിൽ തന്നെ ആദ്യ മാതാപിതാക്കളുടെ മക്കളായ ആബേലിൻ്റെയും കെയിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതെത്ര വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 4:6 മുതൽ 7 വരെ വായിക്കുമ്പോൾ അത് എത്ര കൃത്യമായി ആ ഒരു അസൂയ കാരണം എത്ര വലിയ പ്രത്യാഘാതമാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി 4:6 തൊട്ട് 7 വരെ. യഹോവ കയീനോട് നീ കോപിക്കുന്നത് എന്തിന്? എന്തുകൊണ്ട് നിന്റെ മുഖം മ്ലാനമാകുന്നു? നീ നല്ലത് ചെയ്യുന്നുവെങ്കിൽ നീ സ്വീകരിക്കപ്പെടുകയില്ലയോ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഇരുവരും അവർക്ക് ലഭ്യമായ ആദ്യഫലം ദൈവസന്നിധിയിൽ കൊണ്ട് സമർപ്പിക്കുമ്പോൾ, ദൈവം ആബേലിൻ്റെ യാഗത്തോട് പ്രസാദിക്കുമ്പോൾ കയീൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന അസൂയയുടെ കണികളെ പറ്റിയാണ് യഹോവയായ ദൈവം അവിടെ പറയുന്നത്. അസൂയ എന്നൊരു വാക്ക് അവിടെ ഉപയുക്തമാക്കുന്നില്ലെങ്കിലും
നിന്റെ മുഖം എന്താണ് മ്ലാനമായിരിക്കുന്നത്? നീ നല്ലത് ചെയ്യുമെങ്കിൽ നല്ലത് കിട്ടുകയില്ലയോ എന്ന് ചോദിക്കുന്നവൻ്റെ അപ്പം ഒരു താക്കീതും നൽകുന്നുണ്ട്. അതായത്, അല്ലെങ്കിൽ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. എന്താണ് ഈ പാപം? അസൂയ വലിയൊരു പാപമാണ്. അസൂയ പോലെ തന്നെയാണ് മത്സരകാരണം. ഇംഗ്ലീഷിൽ അതിന് വ്യക്തമായ വാക്കുകളുണ്ട്: jealousy and envy. These are the twin evils which can destroy any person. And who is a jealous person? The jealous person is somebody who has something and he is afraid I will lose it to someone else, and he is always trying to see that it is protected at whatever cost. And who is an envious person? Envious person is somebody who doesn't have this thing but someone else has, and he is trying to achieve what other has. He is not happy with what he has, but he wants to achieve what other person has. So these are two different things, but many a times people misunderstand jealous and envy. പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ വ്യക്തമായൊരു അർത്ഥമില്ലാത്തതുകൊണ്ട് കൂടുതൽ സ്ഥലത്തും അസൂയ തന്നെയാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ജലസ് എന്ന് പറയുന്നത് അസൂയയും എൻവി എന്ന് പറയുന്ന ഒരു മത്സര കാരണമാണ്. മറ്റുള്ളതിനെക്കാട്ടി മുന്നേറത്തക്കോണം, അവനുള്ളതിനെക്കാട്ടി കൂടുതൽ പ്രാപിക്കത്തക്കോണം, അതാണ് ഇവിടെ ഉളവാകുന്നത്. ആബേലിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ, അവനോട് ദൈവം പ്രസാദിച്ചപ്പോൾ കെയിന് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, മുൻപോട്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവൻ്റെ സഹോദരനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചേർത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവൻ്റെ ജീവിതത്തിൽ മത്സര കാരണം കടന്നു വന്നുകൊണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാപിക്കാത്ത കാര്യം എൻ്റെ സഹോദരൻ എന്തുകൊണ്ട് പ്രാപിച്ചു, അത് നിന്നുകൂടാ, അല്ലെങ്കിൽ മുമ്പോട്ട് വെച്ചുകൂടാത്ത ഉള്ളൊരു ചിന്ത കടന്നു വന്നുകൊണ്ട് അവിടെ ഒരു കൊലപാതകത്തിലേക്കാണ് ആ സ്വന്തം സഹോദരൻ്റെ ജീവിതത്തിൽ നയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആദ്യകാലം മുതൽ, ആദ്യ പിതാക്കന്മാരുടെ ജീവിതം മുതൽ അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എപ്രകാരമാണ് നമുക്ക് അതിജീവിക്കുവാൻ കഴിയും? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? നമുക്കറിയാം, ലൂസിഫർ, അരുണോദയ ശുക്രനായ ഏറ്റവും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏഞ്ചൽ, ബട്ട് വാട്ട് ഡിഡ് ഹി തിങ്ക്? ഹി തോട്ട് ലൈക്ക്, വൈ കാണ്ട് ഐ ബി അബവ് ഗോഡ്? He was number 2. He had everything, the most beautiful creation of God, but still he thought like, I am most beautiful than anyone else. I have more power than anyone else. Why can't I be God? These thoughts create jealous in persons. This is the same thing happening in day-to-day life. Because of these thoughts, the jealous creeps into our life. And to a great extent, we as parents are to be blamed, because from the childhood, the children are told from the early ages, you need to be first. Whatever it takes, you need to achieve this. You need to achieve that. And this creeps into the child, and that creates jealousness and envious attitude towards others. അത് നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ പലപ്പോഴും ഇപ്രകാരമുള്ള ചിന്തകൾ വരുവാൻ കാരണം മനുഷ്യന് എല്ലാത്തിനെയും കാട്ടി കൂടുതൽ മുമ്പോട്ട് നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഞാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായി തീരണമെന്നാണ്. ആൻഡ് ഇഫ് യു തിങ്ക് അബൌട്ട് ഇൻ ദ വുമൻസ് സൈഡ്, they are more envious than jealous, because whenever they see someone else who has a better dressing sense, better way of walking and all this, they feel, why can't I have better than that? And they go and try to achieve that whatever cost. And that creates a lot of discomfort in many of family life, because that creates a kind of division in the family life, because maybe the husband can't afford all these, but that creates a discomfort. And that is a reason many a times even family lives fail, because of this jealous and envious attitude of people. And if you read Ecclesiastes 4:4 വായിക്കുമ്പോൾ വ്യക്തമായി അതിനെ സഭാപ്രസംഗി 4:4,
സകല പ്രയത്നങ്ങളും സകല പ്രയത്നങ്ങളും സാമർഥ്യമുള്ള പ്രവർത്തികളൊക്കെയും ഒരുവന് തന്റെ അയൽക്കാരനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നുവെന്ന് ഞാൻ കണ്ടു. ഇതും മായയും വൃഥാ പ്രയത്നവുമത്രേ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൂടുതലായിട്ട് നമ്മൾ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ട് അതിൽ അസൂയപ്പെട്ട് ചെയ്യുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷ് ഇതിൽ പറയുന്നത് ഇറ്റ്സ് എൻവി, ദാറ്റ് ഈസ് മത്സര കാരണം. അതായത് മറ്റുള്ളതിനെ കാട്ടി കൂടുതൽ എനിക്ക് അവന് ഒരു കാറുണ്ടെങ്കിൽ എനിക്ക് 2 കാറിൻ്റെ ആവശ്യമുണ്ട്. അത് ആവശ്യമുണ്ടോ ഇല്ലയല്ല, മറ്റുള്ളവരെ കാട്ടി ശ്രേഷ്ഠരായി നമ്മളെ തന്നെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ മറ്റുള്ളവരെ കാട്ടി മുൻപോട്ട് നിൽക്കുവാൻ വേണ്ടി ഉള്ള പ്രയത്നങ്ങളാണ് പലപ്പോഴും സകല പ്രയത്നങ്ങളും സാമർഥ്യമുള്ള പ്രവർത്തികൾക്ക് ഒരുവനെ ഒരുക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ അവിടെ അവസാനം പറയുന്നത് എന്ത്? ഇത് മായം വൃഥാ പ്രയത്നവും അത്രേ. പക്ഷേ നമ്മളിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും ഈ അസൂയ നമ്മുടെ ജീവിതത്തിനെ തകർക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പലപ്പോഴും മനസ്സിലാക്കാറില്ല. നമ്മുടെ ഈ അസൂയ നമ്മളെ പലവിധ അനാരോഗ്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുമെന്നും ജനം മനസ്സിലാക്കാറില്ല. കാരണം അസൂയ കാരണം നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നന്മകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ പരക്കം പായുകയാണ് ചെയ്യുന്നത്. പലതും നേടാൻ വേണ്ടി, പലതും വീണ്ടെടുക്കുവാൻ വേണ്ടി, പലതിനെയും കൈക്കലാക്കുവാൻ വേണ്ടി. അത് തന്നെയാണ് നമ്മുടെ യുവതലമുറകളോട് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളവനെക്കാട്ടി മുൻനിരയിൽ നിൽക്കത്തക്കോണം അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ അതിനുവേണ്ടി പ്രയത്നിപ്പിക്കുക. പക്ഷേ ഇവയൊക്കെ അവൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വലിയ പ്രതിസന്ധികളിലേക്കാണ് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇന്നത്തെ ആധുനിക ലോകത്തിൽ പലപ്പോഴും അപ്രകാരമായി തീരുമ്പോൾ അനേക യുവതലമുറകൾ ആത്മഹത്യയുടെ വക്കിലേക്കാണ് കടന്നു ചെല്ലുന്നത്. കാരണം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു ജീവിതം, മാതാപിതാക്കളുടെ ആഗ്രഹത്തിനൊത്തവണ്ണം അവരെ ജീവിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ. മാതാപിതാക്കൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ അവരെ ഓരോ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് അവരുടെ കുഞ്ഞുങ്ങളെ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നതെന്ന് മനസ്സിലാക്കാറില്ല. അവർ മറ്റുള്ളവരെ കാട്ടി കുറഞ്ഞവരായി അവരെ തന്നെ കാണുകയും, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് എന്നിൽ കാട്ടി കൂടുതൽ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും നേടുവാനും കഴിയുന്നുള്ള ചിന്തകൾ അവരെ പലപ്പോഴും വലിയ പ്രയാസത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ആണ് നയിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് ആത്മീയ രംഗത്തും ഇതുതന്നെയുണ്ട്. അതിന് വ്യക്തമായ തെളിവ് മോശയുടെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്പേഴ്സ് 12:1 ഇപ്രകാരം പറയുന്നുണ്ട്: മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവനെതിരായി സംസാരിച്ചു. യഹോവ മോശയിലൂടെ മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങളിലൂടെയും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. അത് യഹോവ കേട്ടു. യഥാർത്ഥത്തിൽ മിര്യാമാണ് അവിടെ അഹരോനെ വഴിതെറ്റിക്കത്തക്കോണം പരിശ്രമിക്കുന്നത്. കാരണം ചോദിക്കുന്നത്, മോശയിൽ കൂടെ മാത്രമോ ദൈവം സംസാരിക്കുന്നുള്ളോ, അതോ നമ്മളിൽ കൂടെയും സംസാരിച്ചിട്ടില്ലയോ എന്ന്. അത് യഹോവ കേട്ടു. അതിൻ്റെ പ്രത്യാഘാതമായി നമുക്കറിയാം, മിര്യാമിനെയും മോശയെയും അഹരോനെയും ദൈവം വിളിച്ച് മാറ്റി അവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു? അവിടെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട്, മോശ ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തിയാണെന്നും ഞാൻ അവനോട് മുഖാമുഖമായും
ആണ് സംസാരിക്കുന്നതെന്നും. അപ്പോൾ അത്രമാത്രം ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുള്ളൊരു വ്യക്തിയെ പറ്റി പിറുപിറുത്തപ്പോൾ ദൈവം അത് കേട്ടു. ഈ പിറുപിറുക്ക് വരാനുള്ള കാരണം എന്താണ്? അസൂയയാണ്. എന്തുകൊണ്ട് എന്നെ കാട്ടി കൂടുതൽ ദൈവം മോശയെ സ്നേഹിക്കുന്നത്? എന്നിൽ കൂടെ പ്രവചിക്കുന്നുണ്ട്, മിര്യാമിനറിയാം, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ കാട്ടി കൂടുതൽ മോശയെ സ്നേഹിക്കുന്നത്? അതും മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ച ഒരു വ്യക്തി. പക്ഷെ ദൈവം അത് കേട്ടപ്പോൾ വലിയ പ്രത്യാഘാതമാണ് മിര്യാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. നമുക്കറിയാം, കുഷ്ഠം വന്ന് 7 ദിവസം പാളയത്തിന് പുറത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും, പ്രത്യേകിച്ചും ദൈവിക വേലകളിൽ പ്രവർത്തിക്കുന്നവരാരായാലും, അത് ഏത് സഭയായാലും ഏത് വ്യക്തിയായാലും, ദൈവത്തിൻ്റെ വചനത്തിന് ലോകത്തിന് നൽകത്തക്കവണ്ണം അതിനായി ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്ന ആരായാലും അവരെതിരെ നമ്മുടെ നാവുകൾ ഉയരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് യഹോവ കേൾക്കും. യഹോവയാണ് ഓരോ വ്യക്തികൾക്ക് താലന്തുകൾ നൽകുന്നത്. യഹോവയാണ് ഓരോ വ്യക്തികൾക്ക് വ്യത്യസ്തമായ കൃപകൾ നൽകുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. കാരണം യഹോവയുടെ ഹിതപ്രകാരം ആരെ ഉയർത്തുവാനും യഹോവയ്ക്ക് കഴിയും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്രകാരം നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വർധനവ് ഉണ്ടാകുവാൻ ഇടയാകും. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മളൊക്കെ വിവിധ തരങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, സ്കൂളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ മേളിലുള്ള എന്നെ നയിക്കുന്ന ആ വ്യക്തിക്ക് എന്ത് യോഗ്യതയാണ്, എനിക്കതിൽ കൂടുതൽ യോഗ്യതയില്ല. നമ്മളെപ്പോഴും ഒരു താരതമ്യം ചെയ്താണ് ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നത്. ഈ താരതമ്യമാണ് ഈ അസൂയയിലേക്ക് നയിക്കുന്നതെന്ന് പലപ്പോഴും മനസ്സിലാകാറില്ല. ഈ താരതമ്യമാണ് മത്സര ബുദ്ധിയിലേക്ക് നയിച്ച് പ്രതിസന്ധിയിലേക്ക് നമ്മുടെ ജീവിതം നയിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാകാറില്ല. അതുകൊണ്ടാണല്ലോ ഈ കർത്താവിൻ്റെ ജീവിതകാലത്തിലും പരീശന്മാർക്ക് കർത്താവിൻ്റെ പ്രവർത്തനത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പീലാത്തോസിൻ്റെ അടുക്കൽ കടന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 17-18 വായിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബറബ്ബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. പീലാത്തോസ് ചോദിക്കുന്നു, ബറബ്ബാസിനെയാണോ യേശുവിനെയാണോ വിടേണ്ടിയെന്ന്. പക്ഷെ ജനത്തിനെ, അവിടെയുള്ള അന്നത്തെ യഹൂദ സമുദായം ബറബ്ബാസിനെ വിടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവർ ആർത്ത് പറയുന്നതോ അതാണ്, ബറബ്ബാസിനെ വിടുവാൻ വേണ്ടി. കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം അത് ദൈവഹിതപ്രകാരമായിരുന്നു. പക്ഷേ ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു ജാതിയുടെ ഒരു അസൂയ അല്ലെങ്കിൽ മത്സര കാരണമാണ് അവിടെ അപ്രകാരം ജനത്തിന്റെ ചിന്തകളെ പോലും മാറ്റിമറിക്കത്തക്കോണം ഇടയാകുന്നത്. അപ്രകാരം നമ്മൾ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3:14-16 വായിക്കുമ്പോൾ അതിനെ അസൂയ കാരണം ഉളവാകുന്ന പ്രതിസന്ധികളെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള കടുത്ത അസൂയയും കലഹവും ഉണ്ടെങ്കിൽ സത്യത്തിനെതിരായി പ്രശംസിക്കുകയും വ്യാജം പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, പിന്നെയോ ഭൗമികവും അനാത്മികവും പൈശാചികവുമത്രേ. അസൂയയും കലഹവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പോൾ നമ്മളായിരിക്കുന്ന സഭകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ ഒരു സമാധാനമില്ല, എന്നും കലഹവും മറ്റു പ്രതിസന്ധികളുമാണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കോണം, അവിടെ അസൂയയുടെ ആത്മാവ്, ഭിന്നതയുടെ ആത്മാവ് അവിടെ കടന്നുകൂടിയിട്ടുണ്ട്. പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയാതെ, മറ്റുള്ളവരെ വഹിക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരെ നമ്മളെക്കാട്ടി ശ്രേഷ്ഠനെന്ന് കരുതുവാൻ കഴിയാതെ, ആ വ്യക്തിയെ എപ്രകാരം
പ്രയാസത്തിലേക്ക് അല്ലെങ്കിൽ മാനഹാനി ചെയ്യത്തക്കോണം പ്രവർത്തിക്കുകയും ചിന്തിക്കുമ്പോഴാണ് അവിടെ പ്രതിസന്ധികൾ ഉളവാകുന്നത്. അത് വ്യക്തമായി 15-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, പിന്നെയോ ഭൗമികവും അനാത്മികവുമായ പൈശാചികവും അത്രേ. It clearly tells that this is not from the heaven, but it's an earthly, unspiritual and devil. But how many of us try to understand that jealousyness or envy is a spirit of evil? Devils. We don't understand. We think that competition is good. Competition is good. But is our competition healthy? Is our competition bringing somebody down? Then that is not an healthy competition. Competition should be to gain souls for Christ. We should be zealous to gain souls for Christ. But in our life, we are zealous to gain the worldly riches. And what happens when jealous comes into our life? It creates withdrawal and depressions. It creates a negative attitude. It has a fault-finding thought process. And it creates a self-pityness. And the last couple of things is gossiping and unthankfulness. And these are all negative thoughts, negative attitudes which can destroy anyone. Just for a moment, think about yourself in a self-pity attitude, where you feel that, oh, I don't look good. Whatever I do, no one appreciates. Whatever I try to do, nobody understands. And you withdraw yourself. And the more you withdraw, the more negative energy comes into your life. And more the negative energy comes in your life, you try to find fault in anything and everything happening around you. Even if it rains outside, he said, oh, it's all because of someone that it has rained. It's natural. It's quite natural. But we'll try to put a blame on someone else. A fault finds a fault in everything and anything that happens. Even if you go to the best of the wedding reception, they will try and find, oh, the flower wasn't that good. Or that the taste of the food wasn't that. It must be the best of best. Because of the negative energy in the life. Trying to find a fault on each and everything. Withdrawing yourself and letting you to a depression. And being unthankfulness. Being unthankfulness is for whatever God has given in our life. ദൈവം അനേക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പക്ഷെ ആ നന്മകൾക്ക് സ്തോത്രം പറയുവാൻ കഴിയാതെ മറ്റുള്ളവന് ലഭ്യമായത് എനിക്ക് എന്തുകൊണ്ട് ലഭ്യമായില്ലെന്നുള്ള ചിന്തയും കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. If someone has a better house, God, why I can't have this better house? If someone has a better job, why I can't have this better job? God understands and knows our needs. He understands our capabilities. He understands what best is for us. He gives according to that. But still, we try to compare with everything around us. And the last but not the least is gossiping and backbiting. And that is the great sin. When St. Paul was preaching and becoming a great apostle, the Jewish community did not like that. അപ്പോസ്തലനായ പൗലോസ്ലീഹ അവൻ്റെ പ്രവർത്തനങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം അനേകരിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ യഹൂദ സമുദായത്തിലുള്ളവർ, പ്രത്യേകിച്ചും അതിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 13:45 50 പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13:45-50. യഹൂദന്മാരോ ജനക്കൂട്ടത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിനെ എതിർത്തു പറഞ്ഞു. യഹൂദന്മാരോ
ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിനും ബർന്നബാസിനുമെതിരെ പൗലോസിനും ബർണബാസിനുമെതിരെ പീഡനം അഴിച്ചുവിട്ട് പീഡനം അഴിച്ചുവിട്ട് അവരെ തങ്ങളുടെ അതിർത്തികളിൽ നിന്ന് അവരെ തങ്ങളുടെ അതിർത്തികളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ ദൈവവേല ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവിക കൃപകളിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ, അവർക്കെതിരെ അപവാദങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സ്വന്തം സഭയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കിക്കോണം, അത് ദൈവിക കൃപയിലുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് ലീഹായുടെ ജീവിതത്തിൽ അവര് ഉപയുക്തമാക്കുന്നത് ആരെയാണ്? ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും. ഇവരെ ഉപയുക്തമാക്കിയാലേ ഒരുവനെ താഴ്ത്തുവാൻ കഴിയുകയുള്ളെന്ന് വ്യക്തമായി അവർക്കറിയാം. മുൻപോട്ട് പോകട്ടെ. 1 കൊരിന്ത്യർ 13:4 ഇപ്രകാരം പറയുന്നുണ്ട്: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ അസൂയമില്ല, നിഗളവുമില്ല. അതിൻ്റെ തന്നെ 1 കൊരിന്ത്യർ 3:4 ഇപ്രകാരം പറയുന്നുണ്ട്: ഇന്നും നിങ്ങൾ ജഡികരല്ലോ. നിങ്ങളുടെ ഇടയിൽ അസൂയയും കലഹവും ഉള്ളിടത്തോളം കാലം നിങ്ങൾ ജഡികരും വെറും മനുഷ്യരുമല്ലയോ. ഒരുവൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുവൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ വെറും മനുഷ്യരല്ലേ. അപ്പം പക്ഷപാതം, ചേരിതെറിവ്, അതും അസൂയയുടെ ഒരു ഭാഗമാണ്. ഇന്ന് സഭകളിൽ ഇപ്രകാരം ഉണ്ടെങ്കിൽ, കുടുംബങ്ങളിൽ ഇപ്രകാരം ഉണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളണം, അസൂയയുടെ വിത്ത് അവിടെ ആഴമായി ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിൽ അസൂയ കാരണം ആണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് മറ്റൊരു കാര്യം, ദൈവം ഗലാത്യ ലേഖനം 5:20-26 അസൂയയെപ്പറ്റി വേറൊരു കാര്യം പറയുന്നുണ്ട്. വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, സ്വാർത്ഥത, ഭിന്നത, കക്ഷി മത്സരം, നാം അന്യോന്യം വെല്ലുവിളിച്ചും അസൂയപ്പെട്ടുകൊണ്ട് ദുരഭിമാനികളാകും. പക്ഷേ പുറപ്പാട് പുസ്തകം 34:14 ഒരു വേറൊരു കാര്യം പറയുന്നുണ്ട്: അന്യദൈവത്തെ ആരാധിക്കരുത്. യഹോവയുടെ നാമം തീക്ഷ്ണൻ എന്നാകുന്നു. അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? നമ്മുടെ ദൈവത്തിന് മറ്റ് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ദൈവങ്ങളെ ആരാധിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അവനല്ലാതെ വേറൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ദൈവത്തുമായിട്ടുള്ളൊരു ബന്ധം അപ്രകാരം ആയിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനാണോ മുൻതൂക്കം, അതോ ലൗകികമായ ആവശ്യങ്ങളും ലൗകികമായ പല കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയുള്ള രാപ്പകലില്ലാത്ത ഓട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ അസൂയ മത്സരകാരണവും ഉളവായിട്ടുണ്ടോയെന്ന് ചിന്തിക്കണം. നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തിൻ്റെ വിത്താണ് നമ്മൾ പാകുന്നത്? സ്നേഹത്തിൻ്റെയോ അസൂയയുടെയാണോ വിത്ത് പാകുന്നതെന്ന് ചിന്തിക്കണം. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായി ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനാം നാഥ, ഇവിടെ മഹാകരുണയിലും കൃപയിലും വചനത്തിൽ കൂടെ കർത്താവേ, അസൂയമാല ഉണ്ടാവാകുന്ന പ്രതിസന്ധികൾ എന്നെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചിന്തകളോ പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റത്തക്കോണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കൃപയും സാന്നിധ്യവും പ്രത്യേകിച്ചും ഈ മഹാമാരിയുടെ മധ്യത്തിൽ കർത്താവെ അങ്ങയിൽ സ്നേഹിച്ച് അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ കർത്താവെ അങ്ങയുടെ വചനത്തിൽ ശക്തി പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപകളാൽ ഇത്രത്തോളം വഴി ഇന്നത്തെ കൃപകൾക്കായ സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷ നീ അനുഗ്രഹിച്ച കൃപകൾക്കായ സ്തോത്രം കർത്താവ്. കേട്ട ജനത്തെ നീ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശു സാദാക്ഷിക്കുന്ന പിതാവ് കേൾക്കണമേ. ആമീൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.